നഴ്സിംഗ് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. നിരവധി കുട്ടികളെ ചോദിക്കുന്ന ഒരു കാര്യമാണ് നഴ്സിംഗിന് നമ്മൾ അഡ്മിഷൻസ് എങ്ങനെയൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ നമ്മൾ അഡ്മിഷൻസ് നോക്കണം, അതുപോലെ തന്നെ നമ്മൾ ഇനി വരുന്ന അടുത്ത ഓരോ ഘട്ടത്തിലും, അതായത് കേരളത്തിലേക്ക് നോക്കണോ അല്ലെങ്കിൽ കേരളത്തിന്റെ പുറത്തേക്ക് നോക്കണോ, അല്ലെങ്കിൽ നമ്മൾ പ്രീ ബുക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ ഓരോ സംശയം ചോദിച്ചുകൊണ്ട് പല പേരൻസ് തന്നെ ഓരോ ദിവസവും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകൾ നോക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന, അതായത് BSc നഴ്സിംഗ് ആയിക്കോട്ടെ, പാരാമെഡിക്കൽ കോഴ്സുകളായിക്കോട്ടെ, ജനറൽ നഴ്സിംഗ് ആയിക്കോട്ടെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും മെറിറ്റ് അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ അഡ്മിഷൻസ് നേടുവാനായിട്ട് പോസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ ഒരു 90% മുകളിലേക്ക് സെക്കൻഡ് ഇയറിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് തുടങ്ങിയുള്ള സബ്ജക്റ്റുകൾക്കൊക്കെ മാർക്കുകൾ ഉള്ളവർക്കാണ് മെറിറ്റിലും മാനേജ്മെന്റിലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അഡ്മിഷൻസ് ലഭിക്കുകയുള്ളൂ. ഉയർന്ന ഡൊണേഷൻസ് കൊടുത്ത് നിങ്ങൾ അഡ്മിഷൻസ് എടുക്കാതിരിക്കാനായിട്ട് കഴിവതും ശ്രദ്ധിക്കുക. കാരണം പലപ്പോഴും സംഭവിക്കുന്നത്, ഉയർന്ന ഡൊണേഷൻസ് കൊടുത്ത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ 5 ലക്ഷമോ അല്ലെങ്കിൽ 10 ലക്ഷമോ ഒക്കെ ഡൊണേഷൻസ് കൊടുത്ത് 10 ലക്ഷത്തോളം ഫീസും മുടക്കി നമ്മൾ വലിയൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു എമൗണ്ട് എക്സ്പെൻസ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്ത് നമ്മൾ ഈ പറയുന്നത് പോലെ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും മുടക്കുന്ന പൈസയൊക്കെ വെറുതെ ആവും എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാർക്ക് അടിസ്ഥാനത്തിൽ, മെറിറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടുവാനായിട്ട് നിങ്ങൾക്ക് കേപ്പബിൾ ആണോ, നിങ്ങൾക്ക് നല്ല രീതിയിൽ അക്കാഡമിക്കലി പെർഫോം ചെയ്യുന്ന കുട്ടികളാണോ, നിങ്ങൾ കേരളം ഫോക്കസ് ചെയ്യുക. ഇല്ലാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ കേരളത്തിന് പുറത്തേക്കുള്ള മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് എടുക്കുക. കേരളത്തിന് പുറത്ത് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായുള്ള തമിഴ്നാട്, കർണാടക, അതുപോലെ ആന്ധ്ര, തെലങ്കാന തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിലാണെങ്കിലും കേരളത്തിലേക്കാൾ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന നിരവധി കോളേജുകളും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഏത് കോളേജുകൾ എടുക്കുമ്പോഴും, അത് കേരളത്തിലായാലും കേരളത്തിന് പുറത്തേക്കാണെങ്കിലും, കോളേജുകളുടെ ക്വാളിറ്റി കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നിങ്ങൾ അഡ്മിഷൻസുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ടാവുക. തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ നിരവധിയായിട്ടുള്ള ഡീംഡ് യൂണിവേഴ്സിറ്റീസ് ഉണ്ടാവും. അവരവരുടേതായിട്ടുള്ള എൻട്രൻസ് എക്സാംസ് വഹിച്ചിട്ടായിരിക്കും അവരുടെ അഡ്മിഷൻ ക്രൈറ്റീരിയാസ് പോകുന്നത്. അതുകൂടാതെ മറ്റുള്ള കോളേജുകളെല്ലാം തന്നെ പ്രീ ബുക്കിംഗ് സൗകര്യങ്ങൾ അവൈലബിൾ ആണ്. കാരണം തമിഴ്നാട്ടിൽ മൊത്തത്തിൽ MGR യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് ഹെൽത്ത് യൂണിവേഴ്സിറ്റി ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പ്രീ ബുക്കിംഗ് വഴി നമുക്ക് നേരത്തെ തന്നെ കോളേജുകളിലേക്ക് സീറ്റ് ബുക്കിംഗ് നടത്താൻ സാധിക്കുന്നതാണ്. അതേസമയം കർണാടകയിലാണെന്നുണ്ടെങ്കിൽ കർണാടകയിൽ മികച്ച മെഡിക്കൽ കോളേജുകളിലേക്കും അല്ലെങ്കിൽ മികച്ച നഴ്സിംഗ് കോളേജുകളിലേക്കും അഡ്മിഷൻസ് നേടണമെങ്കിൽ കർണാടകയുടെ എൻട്രൻസ് എക്സാം വളരെയധികം അത്യന്താപേക്ഷിതമാണ്. KE നടത്തുന്ന KCT എൻട്രൻസ് എക്സാം കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു വഴിക്ക് മാത്രമായിരിക്കും നമ്മൾക്ക് മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് നേടുവാൻ പോസിബിലിറ്റി ഉള്ളൂ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, KCT വഴി അഡ്മിഷൻസ് നേടുമ്പോഴും അവിടെയും ഏകദേശം 10 ലക്ഷം രൂപയോളം ഫീസ് ചെലവ് എല്ലാം കൂടെ വരുന്നുണ്ട്. 1,40,000 ട്യൂഷൻ ഫീസ് മാത്രമായിട്ടാണ് അവർ വാങ്ങുന്നതെന്നും കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫീസ് അഫോർഡബിലിറ്റി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവരെയും സംബന്ധിച്ച് ഒരേ ഫിനാൻഷ്യൽ ബാക്കപ്പ് ആയിരിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ബാക്കപ്പ് കുറവുള്ള കുട്ടികൾക്ക്, ഉദാഹരണമായിട്ട് 8 ലക്ഷം രൂപയൊക്കെ ആ റേഞ്ച് ബഡ്ജറ്റ് മാത്രമുള്ള കുട്ടികൾക്ക് നല്ല മികച്ച കോളേജുകളിലേക്ക് അഡ്മിഷൻസ് എടുക്കാൻ ഉള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾക്ക് പ്രീ ബുക്കിംഗ് സൗകര്യങ്ങൾ അവൈലബിൾ ആണെന്നും കൂടെ മനസ്സിലാക്കുക. കോളേജുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒത്തിരി നല്ല കോളേജുകളുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനേക്കാളും കൂടുതൽ മോശമായിട്ട് രീതിയിൽ തട്ടിക്കൂട്ട് രീതിയിൽ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കോളേജുകളും നിരവധിയായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അത് തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും കർണാടകയിലായാലും നിരവധി കോളേജുകൾ അങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കോളേജിൽ തന്നെ 5, 6 അതിലും കൂടുതൽ നഴ്സിംഗ് കോളേജുകൾ കൂട്ടമായിട്ട് പ്രവർത്തിപ്പിച്ച് അങ്ങനെ പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടെന്നുള്ളത് കൂടെ മനസ്സിലാക്കാം. അങ്ങനെ സബ് കോളേജുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന രീതിയിൽ ഭാവിയിൽ അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് INC, KNC യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ മാത്രം, അഫിലിയേഷൻ മാനദണ്ഡങ്ങൾ മാത്രം നോക്കിയാണ് കുട്ടികളെ ഈ പറയുന്ന രീതിയിൽ കോളേജുകൾ സെലക്ട് ചെയ്യുക. അത് നിർബന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ്. അഫിലിയേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ആ കോളേജിലുള്ള ട്രെയിനിങ് ഫെസിലിറ്റീസ്, അക്കാഡമിക് ഫെസിലിറ്റീസ്, അക്കാഡമിക് ക്വാളിറ്റി, ഇതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നും കൂടെ മനസ്സിലാക്കുക. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിലും BSc നഴ്സിംഗിനെ സെമസ്റ്റർ സിസ്റ്റം ആക്കി കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ ടഫായിട്ടുള്ള സിലബസ് തന്നെയാണ് കുട്ടികൾ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല കേരളത്തിന് പുറത്ത് പഠിക്കുന്ന പല കോളേജുകളിലും നല്ല രീതിയിലുള്ള അക്കാഡമിക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത് പല പേരൻസും പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നഴ്സിംഗ് കോഴ്സ് കഴിഞ്ഞതിന് ശേഷവും നമുക്ക് എബ്രോഡ് പോകേണ്ട ഒരു മോഹം വെച്ചിട്ടാണ് എല്ലാവരും നഴ്സിംഗിലേക്ക് വരുന്നത്. അപ്പോൾ എബ്രോഡ് പോകുന്ന സമയത്ത് നിരവധിയായിട്ടുള്ള എൻട്രൻസ് എക്സാംസ് നമ്മൾ, അല്ലെങ്കിൽ ഈ പറയുന്നതിൽ കോമ്പറ്റീറ്റീവ് എക്സാംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നല്ല രീതിയിൽ ബാക്കപ്പ് ചെയ്ത് നല്ല രീതിയിൽ പഠിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് നല്ലൊരു കരിയർ ബിൽഡപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക.
നഴ്സിംഗ് ഡയറീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നഴ്സിംഗ് ഡയറീസിന്റെ ഭാഗത്തു നിന്നും നിരവധിയായിട്ടുള്ള സർവീസസ് അവൈലബിൾ ആണ്. നിങ്ങൾ കേരളം ഫോക്കസ് ചെയ്യുന്ന കുട്ടികളായിക്കോട്ടെ, കേരളത്തിന് പുറത്തേക്ക് ഫോക്കസ് ചെയ്യുന്ന കുട്ടികളായിക്കോട്ടെ, ഏറ്റവും ടോപ്പ് റേറ്റിംഗിലുള്ള മികച്ച കോളേജുകൾ തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ സഹായിക്കുന്നതാണ്. അപ്പോൾ നഴ്സിംഗ് ഡയറീസിന്റെ സർവീസസ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് സർവീസസ് ആവശ്യമായിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ വരുന്ന ദിവസങ്ങൾ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.